ഹായ് ഗായ്സ്. അപ്പോൾ ജുജുത്സു കൈസൻ സീസൺ 3 ഈസ് ഇയർ. ഫസ്റ്റ് 2 എപ്പിസോഡ് റിലീസ് ആയിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. ഞാൻ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഈ വീഡിയോയിൽ. സീസൺ 3നെ കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു ഷാബുയ ഇൻസിഡന്റിന് ശേഷം വരുന്ന ഒരു സീസണാണ് നമുക്കിത്. അപ്പോൾ അതിന്റെ എല്ലാ ഇമ്പാക്റ്റും നമുക്ക് ഈ സീസണിന്റെ ഫസ്റ്റ് 2 എപ്പിസോഡ് കാണുമ്പോൾ അതിലുണ്ട്. ആ ഒരു ആർക്കിൽ എന്തൊക്കെയാണോ സംഭവിച്ചത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് ഈ ഒരു സീസണിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം, ഗോജോ ഇല്ല, ഗോജോനെ സീൽ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ബാലൻസ് ഓഫ് പവർ തന്നെ ഇപ്പോൾ ബ്രോക്കായി കിടക്കുകയാണ്. അപ്പോൾ എൻ്റയർ ആ ഒരു വേൾഡ് തന്നെ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ആവുന്നുണ്ട്. നമ്മൾ ഇതുവരെ എന്താണോ ജെയിൽ കണ്ടിട്ടുള്ളത് അതേപോലെ ഒന്നല്ല നമുക്ക് ഈ സീസൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മൊത്തം ആക്ഷൻ ആയിരിക്കും. ആ ഒരു ഫണ്ണൊന്നുമില്ല, ഡാർക്കാണ്, മൊത്തം വയലൻസ് ആണ് നമ്മൾ ഈ സീസൺ എൻ്റയർ കാണാൻ പോകുന്നത്. ഈ ഒരു സീസണിന്റെ സ്പെഷ്യൽ തന്നെ ആ ഒരു കള്ളിങ് ഗെയിം അതാണ്. അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു എൻ്റയർ സീസൺ തന്നെ റൺ ആവാൻ പോകുന്നത്. ഇപ്പോൾ കള്ളിങ് ഗെയിം എന്താണെന്ന് അറിയാത്തവർക്ക്, അത് നമ്മുടെ മെയിൻ വില്ലൻ ആ ഒരു കെഞ്ചോക്കു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിച്വലാണ്, ആ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു റിച്വലാണ് ആ ഒരു ഗെയിം. ആ ഒരു ഗെയിമിനകത്ത് ഈ കേഴ്സസ് എനർജി ക്യാരി ചെയ്യുന്ന എല്ലാവരും ആ ഗെയിമിനകത്ത് വരണം, വന്നിട്ട് ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യുന്നവർക്ക് പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സ് വെച്ചിട്ട് അവർക്ക് ആ ഗെയിം എൻ്റയർ ഗെയിം തന്നെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ അടക്കം പറ്റും. അതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ അവർ മരിച്ചു പോകും. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഗെയിം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ സീസണിൽ ഫുള്ളായിട്ട് കാണാൻ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോടടിയായിരിക്കും. ഇനി ഫണ്ണൊന്നും ആരും പ്രതീക്ഷിക്കണ്ട, ഫണ്ണൊന്നും ഇല്ല, ഫണ്ണൊക്കെ മറന്നേക്ക്. ഇനി മൊത്തം വയലൻസും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലായിരിക്കും ഈ ഒരു എൻ്റെ സീസൺ തന്നെ. അതിനാണ് ഞാനും വെയിറ്റിംഗ്, അത് കാണണം. ഈ സീസണിനെ കുറിച്ച് കൂടുതൽ, ഈ ഫസ്റ്റ് 2 എപ്പിസോഡിനെ കുറിച്ച് കൂടുതൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുജി ലുക്സ് ഗിൽറ്റി ആയിട്ട് നമുക്ക് ഫീൽ ആവും. കാരണം അറിയാം, ആ ഒരു ഷാബുയ ഇൻസിഡന്റിൽ അത്രയും പേരിനെ യുജി അല്ല സക്കുണോ കൊന്നു. അപ്പോൾ ആ ഒരു ഗിൽട്ട് ക്യാരി ചെയ്തിട്ടാണ് നമുക്ക് നമുക്ക് ഈ ഒരു സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മുൻപൊക്കെയുള്ള സീസണിൽ ആ ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് കാണുന്ന ഒരു യുജി നമുക്ക് കാണാൻ പറ്റുന്നില്ല. സ്റ്റാർട്ടിങ് 2 എപ്പിസോഡിൽ ആള് കുറച്ച് ഗിൽട്ടാണ്, കുറച്ചൊരു ശോകാവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതൊരുമാതിരി ഫീലായി. പക്ഷെ കുഴപ്പമില്ല, അതൊരു പോകുന്തോറും ശരിയാവുമായിരിക്കും. പിന്നെ അതേപോലെ ഗോജു ഇല്ലാത്തതിന്റെ ഒരു ഇത് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. കാരണം ആള് തരുന്ന ഒരു ഓറ അത് നമുക്ക് മിസ്സാവുന്ന പോലെ എനിക്ക് ഫീലായി സ്റ്റാർട്ടിങ് 2 എപ്പിസോഡിൽ. കുറച്ച് അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും. പിന്നെ അതേ ആളെ തന്നെ, ഗോജനെ തന്നെ നമ്മൾ ഈ ഒരു എൻ്റെ സീസണിൽ തന്നെ മിസ് ചെയ്യാൻ പോകുന്നു. കാരണം ഈ ഒരു സീസണിൽ ആൾ ഉണ്ടാവില്ല. അതൊരു വലിയ മിസ്സാണ്. പക്ഷെ അത് നികത്താൻ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. കുറച്ച് പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സീസണിൽ. ഒരു മെയിനായിട്ട് ഒരാളുടെ റിട്ടേൺ ഒക്കെ ഉണ്ട്. ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡിന്റെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ഒരു മൊമെന്റ് ഒക്കെ ഉണ്ട്, ഒരു ഓറ മൊമെന്റ്. കണ്ടന്നെ അറിയണം, മാസായിരുന്നു. പിന്നെ ആ ഒരു എൻ്റയർ ജുജുത്സു വേൾഡിനെ തന്നെ മാറ്റിമറിച്ച ഒരു ഷാബുയ ഇൻസിഡന്റിന് ശേഷം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക, ആ ഒരു കള്ളിങ് ഗെയിമിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നൊക്കെയായിരിക്കും നമുക്ക് ഈ ഒരു സീസണിൽ കൂടുതൽ ഇനി കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ സീസണിലെ ആക്ഷൻ സീക്വൻസസ് ടോട്ടലി ഒരു റൂൾ ബേസ്ഡ് ആയിരിക്കും. ചറപറ അടിയൊന്നും ഉണ്ടാവില്ല നമ്മൾ ലാസ്റ്റ് സീസൺസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ. കാരണം അറിയാം, ആ ഒരു ഗെയിമിനകത്ത് സെർട്ടൈൻ റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ട് അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സീസണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഇനി കൂടുതൽ എപ്പിസോഡ്സ് കാണുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് എല്ലാ എപ്പിസോഡ്സും കണ്ടിട്ട് ഞാൻ ഒരു ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ഫസ്റ്റ് 2 എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ആയെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു അനിമെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വെച്ച് ഞാൻ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.